ഹായ് ഗുഡ് ഈവനിങ്. നമ്മുടെ ഡിഗ്രി ക്ലാസ്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് നമുക്കുണ്ട് അല്ലെ. ഒരു വൈഡ് ഏരിയ ആണ് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് ആണ് അല്ലെ. റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറയുന്ന ഏരിയ നമ്മുടെ ലിറ്ററേച്ചറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ്? പ്രധാനമായിട്ടും റൊമാൻറ്റിക് പോയറ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ റൊമാൻറ്റിക് കാലഘട്ടം എന്താണ്? ഈ റൊമാൻറ്റിക് ഏജ് എന്ന് വെച്ചാൽ അല്ലെ, റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ ലിറ്ററേച്ചറിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ റൊമാൻറ്റിക് ഏജ്? അപ്പൊ റൊമാൻറ്റിക് ഏജില് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരുടെ വർക്ക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ പ്രധാനപ്പെട്ട റൊമാൻറ്റിക് പോയറ്റ്സ് ആരൊക്കെയാണ്? അങ്ങനെയുള്ള കുറെ അധികം റൊമാൻറ്റിക് ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൈസ് ഇവിടെ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇൻഡെക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റൊമാൻറ്റിക് ഏജ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഏജ് അല്ലെ, ഒരു റൊമാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഒരുപാട് സ്നേഹം അല്ലെ, അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നതാണ് റൊമാൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ പോയട്രിയിൽ എന്താണ് ഈ റൊമാൻറ്റിക് ഏജിന്റെ പ്രത്യേകത? ആ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് എങ്ങനെയായിരുന്നു, അവിടെ വർക്ക്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. റൊമാൻറ്റിസിസം മൂവ്മെന്റ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 18th സെഞ്ചുറി അല്ലെ. അപ്പോൾ റൊമാൻറ്റിക് ഏജ് എന്ന് വെച്ചാൽ എന്താണ്? 18ാം നൂറ്റാണ്ടില് യൂറോപ്പില് ഉടലെടുത്ത ഒരു മൂവ്മെന്റ് ആണ് ഈ റൊമാൻറ്റിക് എന്ന് പറയുന്നത്, റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. The period was one of major social change in England due to depopulation of the countryside and rapid development of overcrowded industrial cities that took place roughly between 1798 and 1832. അപ്പൊ നമ്മുടെ ഈ റൊമാൻറ്റിക് കാലഘട്ടം അല്ലെ, നമ്മൾ ഒരു കാലഘട്ടത്തിന് ഓരോ പീരീഡ് ഉണ്ടാവും, ഇന്ന വർഷം തൊട്ട് പറയും അല്ലെ. അപ്പൊ നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 1798 മുതൽ 1832 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഈ റൊമാൻറ്റിക് ഏജ് എന്ന ഒരു കാലഘട്ടം എന്ന് സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു 42 അല്ലെ 43 വർഷം വരും അല്ലെ. The romantic movement in England was brought about by various political, social, literary and other factors. അപ്പൊ നമ്മുടെ ഈ റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ പ്രത്യേകതകളാണ് അല്ലെ? പൊളിറ്റിക്കലി, അതുപോലെ തന്നെ സോഷ്യലി, എല്ലാ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത്. In this chapter, we will discuss the term romanticism and romantic poets and their contribution to the movement. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താണ് പഠിക്കുന്നത്? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ റൊമാൻറ്റിക് പീരീഡിന്റെ പോയറ്റുകൾ ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റൊമാൻറ്റിസിസം എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ റൊമാൻറ്റിസിസം എന്താണ്? 18th സെഞ്ചുറിയിൽ യൂറോപ്പിൽ ഉടലെടുത്തതാണ് റൊമാൻറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ. റൊമാൻറ്റിസിസത്തിന്റെ കാലഘട്ടം ഏതാണ്? 1798 മുതൽ 1832 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ റൊമാൻറ്റിക് ഏജ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും റൊമാൻറ്റിക് പീരീഡ് കൊണ്ട് എന്തൊക്കെയാണ് സൊസൈറ്റിയിലെ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ ഈ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഈ റൊമാൻറ്റിസിസം വന്നു എന്ന് പറഞ്ഞു.
അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ റൊമാൻറ്റിക് പീരീഡ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറിൽ വരാനുണ്ടായ കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് നമ്മുടെ പുതിയതായിട്ട് നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിന്റെ പിന്നിൽ ഒരു കാര്യം ഉണ്ടാവും അല്ലെ, എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വന്നത് എന്നൊരു റീസൺ അതിനുണ്ടാവും. അപ്പൊ നമ്മൾ ആ റീസൺ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എന്താണ്, ദ റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ടഡ് ഇൻ 1798 വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് അല്ലെ. അപ്പൊ നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തതോടു കൂടിയാണ് റൊമാൻറ്റിക് പീരീഡ് നമ്മുടെ ലിറ്ററേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൊമാൻറ്റിക് ഫിസിസം സ്റ്റാർട്ട് ചെയ്തത് കാരണമായ വർക്ക്സ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഏതാണ്, റൊമാൻറ്റിസിസം സ്റ്റാർട്ടഡ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ലിറിക്കൽ ബാലഡ്സ് കേട്ടോ. അപ്പൊ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന വർക്ക് വന്നതോടുകൂടിയാണ് റൊമാൻറ്റിക് പീരീഡിന് തുടക്കമായത്. ആരാണ് അത് എഴുതിയത്, വിത്ത് ദ പബ്ലിക്കേഷൻ ആരൊക്കെയാണ്, വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ് അല്ലെ. വേർഡ്സ്വർത്തിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കോളറിഡ്ജും വേർഡ്സ്വർത്തും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടെയാണ് ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തത്. എന്നാണ്, 1832 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പൊ ആ ഒരു വർക്കിന്റെ വരവോട് കൂടിയാണ് നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ലിറ്ററേച്ചറിൽ തുടങ്ങുന്നത് കേട്ടോ. ഇനി അടുത്തൊന്ന് നോക്കിയേ, ആൻഡ് എൻഡഡ് ഇൻ 1832. അപ്പൊ 1798 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതോടുകൂടി റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന്റെ അവസാന കാലഘട്ടം ഏതാണ്, 1832 കേട്ടോ. അപ്പൊ ഇയർ ഏതാണ്, തുടങ്ങിയ ഇയർ എൻഡിങ് ഇയർ, അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. When Sir Walter Scott died, the Reform Bill extending the right to vote to the middle class and labours was also passed in 1832. അപ്പൊ നമ്മുടെ ഈ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം കൂടെ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു. എന്തായിരുന്നു അത്, റൈറ്റ് ടു വോട്ട് ടു ദ മിഡിൽ ക്ലാസ്, അതായത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെ, മിഡിൽ ക്ലാസ് പീപ്പിളിന് വോട്ടവകാശം എന്നൊരു കാര്യം കൂടി, ലേബേഴ്സിന് അല്ലെ, തൊഴിലാളികൾക്ക്, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാം എന്നൊരു അവകാശം കൂടി വന്നതും നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അത് ഏത് വർഷമാണ്, 1832 അങ്ങനെ ഒരു മാറ്റം കൂടെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദ പീരീഡ് സോ ഇംഗ്ലണ്ട് ഷിഫ്റ്റിംഗ് ഫ്രം ബീയിങ് പ്രൈമർലി അഗ്രികൾച്ചർ ടു മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി. അപ്പൊ നമ്മുടെ ഈ റൊമാൻറ്റിക് പീരീഡിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ അഗ്രികൾച്ചർ ഒക്കെ ആയിരുന്നു നമ്മുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് അല്ലെ. പണ്ട് കാലങ്ങളിൽ കൃഷിയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ഇൻകം അഗ്രികൾച്ചറിൽ നിന്ന് എന്തിലേക്ക് വഴിമാറി, ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി അല്ലെ. കൂടുതൽ മെഷീൻസ് വരിക, മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുക, ഉൽപാദനം കൂടുക, അങ്ങനെ അഗ്രികൾച്ചർ ടു മെഷീനൈസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു മാറ്റവും ഈ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. The owners of industrial unit got the balance of power from the land owning aristocracy. They employed a large number of people. അവർ എന്ത് ചെയ്തു, ഒരുപാട് ആളുകൾക്ക് വർക്ക് കൊടുക്കാനായിട്ട് കാരണമായി. The period also saw various revolutions which had far-reaching consequences to England. അപ്പൊ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിന്റെ സമയത്ത് തന്നെയാണ് ഒരുപാട് റെവല്യൂഷൻസ് അല്ലെ, നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന ഒരു റെവല്യൂഷൻ ആണ് അല്ലെ. റെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, വിപ്ലവം അല്ലെ, ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പൊ ഒരുപാട് റെവല്യൂഷൻസ് നടന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത്. The American Revolution led to the Declaration of Independence. അങ്ങനെ അമേരിക്കൻ റെവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവം എന്ന് പറയും അല്ലെ, അവരുടെ സ്വാതന്ത്ര്യത്തിന് കാരണമായിട്ടുള്ള അമേരിക്കൻ റെവല്യൂഷൻ അതെന്നാണ് സംഭവിച്ചത്, 1776 സംഭവിച്ചത്. By the 13 colonies and the French Revolution had impact on the whole of Western Europe. അപ്പൊ അമേരിക്കൻ റെവല്യൂഷൻ അവരുടെ ഒരു ഇൻഡിപെൻഡൻസിന് കാരണമായെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണ്, നമ്മുടെ യൂറോപ്പിൽ ആകമാനം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ച ഒരു റെവല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡ് വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ തന്നെയാണ്, ഈ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഈ റെവല്യൂഷൻസും അല്ലെ, പ്രധാനമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങളും ഒക്കെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിലേക്ക് വഴിതെറ്റിയ കുറെ കാരണങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടന്ന് അതിന് ശേഷമാണ് ഒരു ഫൈനൽ റിസൾട്ട് എന്ന പോലെ ഒരു റൊമാൻറ്റിക് പീരീഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ കുറച്ച് പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്,
During this period, there was a revolutionary change in the means and pace of production with the invention of James Watt's steam engine, which replaced wind and water as source of energy in 1765. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അഗ്രികൾച്ചറിലും അതുപോലെ ഇൻഡസ്ട്രിയലൈസ്ഡ് മാറ്റങ്ങൾ കുറെ സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള കുറെ അധികം കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ വളരെ പ്രധാനമായിട്ടും നടന്ന ഒരു മാറ്റം ഡ്യൂറിംഗ് ദിസ് പീരീഡ് എന്തായിരുന്നു? there was a revolutionary change, വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? there was a revolutionary change in the means and pace of production with the invention of James Watt's steam engine. അതായത് ജെയിംസ് വാട്ടിന്റെ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ നമ്മുടെ എന്തായിരുന്നു? എഞ്ചിൻ വിച്ച് റീപ്ലേസ് ദ വിൻഡ് ആൻഡ് വാട്ടർ ആ സോഴ്സ് ഓഫ് എനർജി. അപ്പൊ എനർജിയുടെ കാര്യത്തിൽ വിൻഡും വാട്ടറും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു ഈ ഒരു സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. അതും നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. People become either owners and traders or wage earners without property. അങ്ങനെ ആളുകൾ എന്തായിട്ട് മാറി? സ്വന്തമായിട്ട് സ്ഥലവോ പ്രോപ്പർട്ടി അല്ലെ സ്വത്തോ ഒന്നും ഇല്ലെങ്കിലും അവരും ഏകദേശം ഇങ്ങനെ കൂടുതൽ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നതോടുകൂടി ഒരുപാട് ജോലികൾ അവർക്ക് കിട്ടിത്തുടങ്ങി. The people were divided into the rich and poor. അങ്ങനെ ഒരു മാറ്റം കൂടെ സംഭവിച്ചു അല്ലെ. പിന്നീട് ആളുകൾക്ക് കാശിന്റെ ഇത് കൂടുന്നതനുസരിച്ച് പാവപ്പെട്ടവൻ, പണക്കാരൻ, അങ്ങനെ രണ്ട് ഒരു കാറ്റഗറിയും കൂടെ നമ്മുടെ സൊസൈറ്റിയിൽ രൂപപ്പെട്ടു. Introduction of more machinery into industry led to more unemployment. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഒക്കെ ആയിരുന്നപ്പോൾ എന്തായിരുന്നു? എല്ലാവർക്കും തൊഴിലുണ്ടായി. അപ്പൊ മെഷീൻ വന്നതോടുകൂടി എംപ്ലോയ്മെന്റ് കൂടിയെങ്കിലും എന്താണ്? അൺഎംപ്ലോയ്മെന്റിന്റെ സാധ്യതകളും അവിടെ കൂടുതലായിട്ട് വന്നു. മെഷീൻ വരുമ്പോൾ സാധാരണ എന്താണ്? ആളുകളുടെ എണ്ണം കുറയും അല്ലെ. വർക്ക്സിന്റെ പ്രൊഡക്ഷന്റെ എന്താണ്? ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂടും. പക്ഷെ എന്താണ്? ആളുകളുടെ എണ്ണം അവിടെ കുറഞ്ഞുകൊണ്ടിരുന്നു. അത് ഒരു ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. The economic depression in 1815 was caused by the decline in wartime demand for manufactured goods. There were agitations and riots by the working class, and the ruling class responded with more repressive measures. അങ്ങനെ ഈ ഒരു അൺഎംപ്ലോയ്മെന്റും ഇതൊക്കെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യുദ്ധ സമയത്ത് എന്തായിരുന്നു? അവര് മാനുഫാക്ചർഡ് ഗുഡ്സിന് ഒരുപാട് ഡിമാൻഡുകളൊക്കെ വെച്ചു അല്ലെ. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഡിമാൻഡ് കൂടി. അപ്പൊ എന്തായിരുന്നു? ആളുകളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് പ്രക്ഷോഭങ്ങളും റൈറ്റ്സ്, എജിറ്റേഷൻ മീൻസ് പ്രക്ഷോഭം, എതിർപ്പുകൾ അല്ലെ. അതുപോലെ റയറ്റുകൾ അല്ലെ. അങ്ങനെ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കുറെ വഴക്കുകൾ, കലാപങ്ങളൊക്കെ ആ സമയത്ത് നടന്നു. അപ്പോ ഈ റൂളിംഗ് ക്ലാസ് എന്താ ചെയ്യുക? അധികാരികൾ എന്ത് ചെയ്തു? ഇങ്ങനെ ബഹളം വെക്കുന്ന ആളുകളെയൊക്കെ അവരെന്ത് ചെയ്തു? അവരെ സമാധാനപ്പെടുത്താതെ അവരെ അടിച്ചമർത്താനാണ് നോക്കിയിട്ടുള്ളത്. അതും എന്തായിട്ടുണ്ട്? ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു റൊമാന്റിക് മൂവ്മെന്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ the period saw the growth of pamphlets as an effective means for debates, controversial issues. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ലഘുലേഖകൾ അല്ലെ. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും നമ്മുടെ പള്ളികളിലൊക്കെ ലഘുലേഖനങ്ങൾ വായിക്കാറുണ്ട് അല്ലെ. എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് നമ്മൾ പബ്ലിക് ആയിട്ട് ഒരു നോട്ടീസ് പോലെ വായിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ ലഘുലേഖ എന്ന് പറയും. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായിരുന്നു? ഈ പാംലെറ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാ കേട്ടോ, ലഘുലേഖ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലഘുലേഖ എന്തായിരുന്നു? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനെയുള്ള വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെയുള്ള ലഘുലേഖകൾ ഉപയോഗിച്ചിരുന്നു. The debate on the French Revolution was conducted through pamphlets. അങ്ങനെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പാംലെറ്റ്, ഈ ഒരു ലഘുലേഖ വഴിയാണ് കൂടുതലും നടന്നിട്ടുള്ളത്. Later, the pamphlet was replaced by the periodical for debate on political issues. അങ്ങനെ പിന്നീട് കാലഘട്ടം കഴിയുന്തോറും ഈ ലഘുലേഖകളൊക്കെ മാറി അതിന് പകരം പീരിയോഡിക്കൽസ് അല്ലെ ഒരു മാസികകളൊക്കെ പോലെ അവർ പുറത്തിറക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എന്താണ് ആ ഒരു മാറ്റം അല്ലെ? സൊസൈറ്റിയിൽ വരുന്ന ഓരോ കാലഘട്ടത്തിന്റെയും മാറ്റങ്ങളും നമ്മുടെ പ്രകടമായിരുന്നു. Public opinion in England favored representation to big towns, leading to the passage of the Reform Bill. The idea of revolution had an impact on the romantic movement from the beginning. അപ്പൊ എന്തായിരുന്നു ഈ ഒരു ഐഡിയ ഓഫ് റെവല്യൂഷൻ അല്ലെ? ഈ റെവല്യൂഷൻ എന്തായിരുന്നു? ഹാഡ് ആൻ ഇമ്പാക്ട്. ഈ റെവല്യൂഷൻ നമ്മുടെ റൊമാന്റിക് മൂവ്മെന്റിൽ ഒരുപാട് കാരണമായിട്ടുണ്ട്. റൊമാന്റിക് മൂവ്മെന്റ് തുടങ്ങാനായിട്ട് ഈ റെവല്യൂഷൻസ് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. The French Revolution was the great divide and beginning of a new era in the history of mankind. അങ്ങനെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ അല്ലെ മാനവ ചരിത്രത്തിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ ആണ്. അതെന്തിന് കാരണമായിട്ടുണ്ട്?
ബിഗിനിങ് ഓഫ് എ ന്യൂ ഇറ അല്ലെ, ഒരു പുതിയ കാലഘട്ടം തന്നെ തുടങ്ങാനായിട്ട് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ കാരണമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആഫ്റ്റർ ദ റവല്യൂഷൻ ബിഫോർ ദ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് വരെ പറ്റിയിട്ടുണ്ട്. കാരണം ഫ്രഞ്ച് റവല്യൂഷന് മുമ്പുണ്ടായിരുന്ന ഒരു സൊസൈറ്റിയും അതിന് ശേഷമുള്ള ഒരു സൊസൈറ്റിയും, അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ അത്രയ്ക്ക് തന്നെ നമുക്ക് പ്രകടമായിട്ട് കാണാമായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ട്? In his book, The Spirit of Age, William Hazlitt, there was mighty ferment in the head of statesmen and poet, kings and people. It was a time of promise, a renewal of the world. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ വന്നതോടുകൂടി നമ്മുടെ സൊസൈറ്റിയിൽ എന്നല്ല നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ഈ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു? ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. അപ്പൊ ഈ ഒരു 3 വാക്കുകളും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കാരണമായിട്ടുള്ള ഒരു റവല്യൂഷൻ ആണ്. പ്രോമിസ് എ ഫ്രീ ആൻഡ് ഈഗാലിറ്റേറിയൻ സൊസൈറ്റി. എന്താണ്? ആളുകള് വേർതിരിവൊന്നുമില്ലാതെ എല്ലാവരും ഒന്നിച്ച്, അല്ലെങ്കിൽ ഏകദേശം റിച്ച് ആൻഡ് പുവർ എന്നുള്ള ആ ഒരു വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു സൊസൈറ്റിയിലേക്ക് നയിച്ചതും നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ദ പീരീഡ് സോ അബോളിഷൻ ഓഫ് മൊണാർക്കി. അങ്ങനെ എന്തായിരുന്നു? ആ ഒരു കാലഘട്ടത്തില് രാജവാഴ്ചയും അതുപോലെ ജന്മിത്വം അല്ലെ, ഫ്യൂഡൽ സ്ട്രക്ചറും. ജന്മിത്വം എന്താണ്? കാശുള്ളവൻ അല്ലെ, അടിയാൻ അല്ലെ, ജന്മി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലെ. കൃഷി ചെയ്യുന്നവർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു, പക്ഷെ അവർക്ക് കാര്യമായിട്ടുള്ള കൂലിയൊന്നും കിട്ടുന്നില്ല. മൊത്തം അല്ലെ, കൃഷി ചെയ്യുന്ന മൊത്തം അവർ ജന്മിമാര് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ളൊരു ഭയങ്കര ചൂഷണം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. അതിനെ നമ്മളൊരു ഫ്യൂഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ റിസൾട്ട് ആയിട്ട് എന്താണ്? എ കംപ്ലീറ്റ് എബോളിഷൻ അല്ലെ, കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു മൊണാർക്കി രാജവാഴ്ചയും അതുപോലെ തന്നെ ഈ ഫ്യൂഡൽ സ്ട്രക്ചറും തുടച്ചു നീക്കാനായിട്ട് സാധിച്ചു. The field of literature saw the writing of lyric, ode and ballads instead of the genre of the epic and the tragedy. പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? The field of literature, ലിറ്ററേച്ചറിന്റെ ഫീൽഡിൽ എന്താണ്? സോ ദ റൈറ്റിംഗ് ഓഫ് ലിറിക്സ് അല്ലെ. നമ്മുടെ പണ്ട് ഭയങ്കര എപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ മോഡേൺ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് റൈറ്റിംഗ് ഓഫ് ലിറിക്സ് അല്ലെ, അതുപോലെ ഓടുകള്, ബാലഡുകൾ അല്ലെ, പോയംസ്, അങ്ങനെയുള്ള എല്ലാ പുതിയുള്ള ജോണറിലുള്ള വർക്കുകൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ്. ഇൻ ലാംഗ്വേജ്, ദ സ്പീച്ച് ഓഫ് ദ കോമൺ പീപ്പിൾ റീപ്ലേസ് ദ കൾട്ടിവേറ്റഡ് സ്പീച്ച് ഓഫ് ദ എലൈറ്റ്. അങ്ങനെ ഈ ഒരു റൈറ്റിംഗ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നേരത്തേക്ക് എങ്ങനെയായിരുന്നു? കാശുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ എലൈറ്റ് എന്ന് പറയും. എലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾ അല്ലെ. അപ്പൊ ഉന്നതിയിലുള്ള ആളുകൾ മാത്രമാണ് നേരത്തെ ഈ ഒരു റൈറ്റിംഗ്സ് ഒക്കെ എഴുതുക, വായിക്കുകയെങ്കിൽ. പക്ഷെ ഇപ്പോഴെന്തായി? കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് അല്ലെ, സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബുക്സിന്റെ കാര്യത്തിലും എന്താണ്? ഇൻ ടേംസ് ഓഫ് തീംസ്, പോയറ്റ് ആൻഡ് ഗ്രേറ്റ് ഈവൻസ്. അപ്പൊ നമ്മുടെ പോയത്തിൽ അല്ലെങ്കിൽ ഒരു വർക്ക് എടുക്കുകയാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതങ്ങളും അവരുടെ തീംസ്, അവരുടെ ഒരു ലാംഗ്വേജ്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവർക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പിന്നീടുള്ള വർക്കുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു എലൈറ്റിന് എന്തിലേക്കായി? കോമൺ പീപ്പിളിലേക്ക് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഒന്ന് മാറി തുടങ്ങി. അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറിനും ചെറിയൊരു മാറ്റം സംഭവിച്ചു. ദ പീരീഡ് സോ ഡെമോക്രൈറ്റൈസേഷൻ. എങ്ങനെയാണ്? ജനാധിപത്യവൽക്കരണം അല്ലെ, അതും ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ടും നടന്നത്. ഓഫ് ലിറ്ററേച്ചർ ഇൻ ജോണർ, ഇൻ ലാംഗ്വേജ്, ഇൻ തീംസ് ആൻഡ് ക്യാരക്ടേഴ്സ്. അങ്ങനെ ലാംഗ്വേജിലെ, തീംസിലെ, ക്യാരക്ടേഴ്സിലൊക്കെ നമ്മുടെ ഈ ഒരു ജനാധിപത്യവൽക്കരണവും നടന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ എന്ത്? നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡ് വരുന്നതിന് മുമ്പുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു, നമ്മുടെ റൊമാൻറ്റിക് പീരീഡിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് ഒക്കെ എടുത്തതെന്ന് കണ്ടു അല്ലെ. ഇനി അടുത്തായിട്ട് നമ്മൾ റൊമാൻറ്റിക് പീരീഡിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ്? Romanticism have been defined various ways by F.L. Lucas, counted as many as 11,396 definitions. എന്താണ്? ഏകദേശം 11,000-ഓളം ഡെഫിനിഷൻസ് ഈ റൊമാൻറ്റിസിസത്തിന് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. The term has been derived from the word Rome. എന്താണ്? ROME, റോം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു റൊമാൻറ്റിസിസം എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് അല്ലെ. അതിനെന്താണ്? Three main languages in Europe during the 17th and 18th centuries were lingua latina, the language of the scholars, lingua barbara, the language of the Germanic tribes, and lingua romanostraea, a language of vulgar Latin dialect, from which the Romance languages such as French, Italian, Spanish, Portuguese,
ആൻഡ് റുമേനിയൻ ഹാവ് ബീൻ ഡിറൈവ്ഡ്. അപ്പോൾ ഈ ഒരു 3 തരത്തിലുള്ള ലാംഗ്വേജുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നിലനിന്നിരുന്നത്. The term romantic is related to the Romance languages. അപ്പോൾ ഈ റൊമാൻറ്റിക് എന്നത് ഉദ്ദേശിക്കുന്നതിനാണ് ഈ റൊമാൻറ്റിക് ലാംഗ്വേജസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ റൊമാൻസ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. It was first used in the late 17th century to describe painting with a certain bizarre qualities. അല്ലെ, അപ്പൊ ആദ്യമായിട്ട് ഈ റൊമാൻറ്റിക് ലാംഗ്വേജസ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം ഉപയോഗിച്ചത് എന്തിനാണ്? 17ാം നൂറ്റാണ്ടിലെ കുറച്ച് പെയിന്റിങ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഈ ഒരു റൊമാൻറ്റിക് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള കുറച്ച് പെയിന്റിങ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു വിക്ടർ ഹ്യൂഗോയുടെ അഭിപ്രായത്തിൽ റൊമാൻറ്റിസിസം ഇംപ്ലൈസ് ലിബറലിസം ഇൻ ലിറ്ററേച്ചർ. അല്ലെ, റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ലിറ്ററേച്ചറിൽ വളരെ ലിബറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെ, ലിബറൽ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസി ആക്കി അങ്ങനെ ലിറ്ററേച്ചറിനെ കാണാൻ തുടങ്ങിയത് നമ്മുടെ റൊമാൻറ്റിക് പീരീഡിന് ശേഷമാണ്, റൊമാൻറ്റിക് പീരീഡിലാണ്. Romanticism tend to see the individual at the very center of all life and all experience. എങ്ങനെയാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു സെന്റർ, അല്ലെ, ലൈഫ് ഓഫ് ദ സെന്റർ എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. The individual is the priority of the art and literature. അപ്പോൾ എന്തായിട്ട് മാറി? റൊമാൻറ്റിക് കാലഘട്ടം തുടങ്ങിയോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഒരു എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് എന്തായി? ഇൻഡിവിജ്വൽ ഇസ് ദ പ്രയോറിറ്റി. അപ്പൊ ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും ആർട്ടിൽ എന്തായിട്ട് വളരെ പ്രധാനമായിട്ട് അവര് ഡിസ്കസ് ചെയ്തു തുടങ്ങി. ഇതിലൂടെ അവരുടെ വർക്കുകളിലൂടെ, അല്ലെ, ഡ്രാമയിലൂടെ, പോയട്രിയിലൂടെ, വർക്സിലൂടെ ഒക്കെ ഇൻഡിവിജ്വലിനെ എടുത്തിട്ട് എല്ലാ ആർട്ടിലും അവരുടെ പ്രയോറിറ്റി കൊടുത്തു. ഇൻഡിവിജ്വലിനാണ് അവിടെ മുൻഗണന കൊടുത്തിരുന്നത്. ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ടിലും ലിറ്ററേച്ചറിലും ഒരുപോലെ അവർക്ക് പരിഗണന കിട്ടി. Romanticism gives importance to the creative imagination that tend to speak nobler truth than fact or logics. അങ്ങനെ റൊമാൻറ്റിസിസം എന്ത് ചെയ്തു തുടങ്ങി? വളരെ ഇതെന്താണ്? ക്രിയേറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു തുടങ്ങി. അത്രയും നാളും അങ്ങനത്തെ വർക്ക്സ് ഒന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. In the 18th and 19th century, അങ്ങനെ 18, 19 നൂറ്റാണ്ടായതോടുകൂടി ഇന്ന് സംഭവിച്ചു. റൊമാൻറ്റിസിസം സ്പ്രെഡ് ത്രൂ മോസ്റ്റ് ഓഫ് വെസ്റ്റേൺ യൂറോപ്പ്. അങ്ങനെ വെസ്റ്റേൺ യൂറോപ്പിൽ, അങ്ങനെ ലോകത്തെല്ലായിടത്തും എന്താണ് ഈ ഒരു റൊമാൻറ്റിക് പീരീഡിന്റെ മാറ്റങ്ങൾ ഈ ഒരു ലിറ്ററേച്ചറിൽ കണ്ടു തുടങ്ങി. എഫക്റ്റിംഗ് ആർട്ട്, എന്തിലൊക്കെയാണ്? ആർട്ടില്, മ്യൂസിക്കില്, ലിറ്ററേച്ചറില്, ഫിലോസഫിയില്, റിലീജിയനില്, പൊളിറ്റിക്സില്, അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ കൂടുതലായിട്ടും എന്താണ്? ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇൻഡിവിജ്വലിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പിന്നീടുള്ള വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വർക്ക്സുകളിൽ വന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? വർക്ക്സുകൾ കൂടുതലായിട്ടും കോമൺ പീപ്പിളിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, അല്ലെ, അവരിലേക്ക് കൂടുതലായിട്ടും ഇപ്പൊ മതത്തിന്റെ കാര്യങ്ങളാണെങ്കിലും സൊസൈറ്റിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം എത്തിക്കുന്നതിന് എന്താണ്? ഈ വർക്കുകളെ കൊണ്ട് സാധിച്ചു. ഓക്കെ, ഇനി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം. ഈ റൊമാൻറ്റിക് പീരീഡിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? Romanticism is a contrast to neoclassical theory of poetry, which believe in artificial conventions, literary tradition and poetic establishment. അല്ലെ, അപ്പൊ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൺവെൻഷൻസിലൊക്കെ വിശ്വസിച്ചിരുന്നതിനെ ഒന്ന് തൂത്തുകളയും, അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്താ ഒറിജിനൽ ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിതവും അവരുടെ ഒരു തീമും ഒക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു വെച്ചത് നമ്മുടെ റൊമാൻറ്റിസിസം ആണ്. They say poet instruct and please, for them art is a mirror and give a reflection of life. അവരുടെ അഭിപ്രായത്തിൽ എന്താണ്? റൊമാൻറ്റിക് പോയറ്റുകളുടെ ഒക്കെ അഭിപ്രായത്തിൽ ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം. The romanticists say the poet himself is the source of poetry. റൊമാൻറ്റിക്സിന്റെ അഭിപ്രായത്തിൽ പോയട്രി എന്ന് പറയുന്നത് എന്താണ്? പോയറ്റ് തന്നെയാണ് അതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം പോയട്രി. Wordsworth says poetry is the spontaneous overflow of powerful feelings. അങ്ങനെ വേർഡ്സ്വർത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്, അല്ലെ, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഫീലിംഗ്, അല്ലെ, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളുടെയൊക്കെ ഒരു കുത്തൊഴുക്കാണ് ഈ പോയട്രി എന്ന് പറയുന്നതെന്നാണ് നമ്മുടെ വേർഡ്സ്വർത്ത് അഭിപ്രായപ്പെട്ടത്. ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ഗിഫ്റ്റ്. അതെന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ പോയട്രി എന്ന് പറയുന്നത്. ആൻഡ് സംതിങ് ദാറ്റ് ക്യാൻ ബി അക്വയർഡ്. എന്താണ്?
നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് അല്ല. പക്ഷെ എന്താണ് നേടിയെടുക്കുക വെച്ചാൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയും ചെയ്യും അല്ലെ, ലേൺ ചെയ്യുകയും ചെയ്യും. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ സംസാരിക്കും. മലയാളം നമ്മൾ നമ്മുടെ നേച്ചറിൽ നമ്മൾ കേട്ട് പഠിക്കും. അതുപോലെ നമ്മൾ ഹിന്ദി എന്താണ് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ പോയറ്റിന്റെ അഭിപ്രായത്തിൽ എന്താണ് റൊമാൻറ്റിക് പോയറ്റ്സ് പറയുന്നത്, പോയട്രി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻബോൺ ഗിഫ്റ്റ് ആണ്. അത് നമ്മുടെ ഒരു ഫീലിങ്സിന്റെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. അത് പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് പോകണ്ട, അത് പഠിച്ചെടുക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. റൊമാൻറ്റിസിസം ഡിസ്കാർഡ് ട്രഡീഷണൽ വ്യൂ ഓഫ് ദാറ്റ് പോയട്രി ഈസ് പെയിൻസ്റ്റേക്കിംഗ് എഫേർട്ട്. അപ്പൊ റൊമാൻറ്റിക്സിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ പോയട്രി എഴുതുന്നത് വളരെ പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പെയിൻസ്റ്റേക്കിംഗ്, അതായത് കഠിനമായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യമല്ല. അത് വളരെ കൂളായിട്ട്, വളരെ എഫേർട്ട് ഇല്ലാതെ, വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പോയറ്റിന്റെ മനസ്സിൽ നിന്നും തന്നെ വരേണ്ട ഒരു കാര്യമാണ്. Traditional view that poetry is painstaking effort, but romantic says that poetry comes from inspiration, vision and prophecy. പക്ഷെ റൊമാൻറ്റിക്സിന്റെ അഭിപ്രായത്തില് നമ്മുടെ പോയട്രി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കെയിം ഫ്രം ഇൻസ്പിറേഷൻ, നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രചോദനത്തിൽ നിന്ന്, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന്, നമ്മുടെ ഈ ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവിൽ നിന്ന്, അങ്ങനെയുള്ള ഇൻബോൺ ആയിട്ടുള്ള ഫീലിങ്സും ഗിഫ്റ്റുകളും ഒക്കെ കൊണ്ട് വരേണ്ടതാണ് ഈ ഒരു പോയട്രി എന്ന് പറയുന്നത്. Keats says poetry should come as nature as the leaves of a tree. അപ്പൊ കീറ്റിന്റെ അഭിപ്രായത്തിൽ, കീറ്റ്സ് എന്നാണ് വളരെ ഫേമസ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ് ആണ് അല്ലെ. അപ്പൊ കീറ്റ്സിന്റെ അഭിപ്രായത്തിൽ എന്താണ് പോയട്രി എന്ന് പറയുന്നത് എന്താണ്? ആസ് നാച്ചുറലി ആസ് ദ ലീവ്സ് ഓഫ് ദ ട്രീ. ഒരു മരത്തില് ഇലകൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെയാണ് പോയട്രി ഒരു പോയറ്റിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. മരത്തിൽ ഇലകൾ എങ്ങനെയാണ് നമ്മൾ കൊണ്ട് വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു മരം എന്ന് പറയുന്നത് അത് ഇലയാണ് അല്ലെ, ഇല ഉണ്ടെങ്കിൽ അതൊരു മരം ആവുള്ളൂ കംപ്ലീറ്റ്. അപ്പൊ നമ്മുടെ പോയട്രി എന്ന് പറയുന്നത് എന്താണ്? പോയട്രി അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. അതിന് പ്രത്യേകിച്ച് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പഠിക്കാനായിട്ട് പോകേണ്ട, അവരുടെ ഇൻബോൺ ആയിട്ട് തന്നെ വരുന്നതാണെന്നാണ് കീറ്റ്സിന്റെയും അഭിപ്രായം. അപ്പൊ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതാണ് റൊമാൻറ്റിക് പോയറ്റ് ഉദ്ദേശിക്കുന്നത് പോയട്രി ഈസ് എ ക്രിയേഷൻ ഓഫ് ദ പോയറ്റ്, അത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയിന്റ് അല്ലെ. ഇപ്പൊ റൊമാൻറ്റിസിസത്തിന്റെ കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ദ റൊമാൻറ്റിക് പോയിന്റ് യൂസ് എക്സ്റ്റേണൽ നേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമാനിറ്റി ആസ് എ പോയറ്റിക് സബ്ജക്ട് മാറ്റർ. ഇനി റൊമാൻറ്റിക് പോയിന്റ് അവർ എന്ത് തീമിലാണ് എഴുതിയിരുന്നത്? അവർ പ്രത്യേകിച്ച് പുറമെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് അവർ ഡ്രാമ അല്ലെങ്കിൽ പോയറ്റ് ഒന്നും എഴുതാനായിട്ട് പോയിട്ടില്ല. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റി ആസ് എ സബ്ജക്ട് മാറ്റർ, ഒരു മനുഷ്യനെ തന്നെ എടുത്തിട്ട് അവന്റെ ഫീലിങ്സ്, അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാഴ്ചപ്പാട്, അവൻ എങ്ങനെ നോക്കി കാണുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവര് അവരുടെ പോയറ്റിലൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദേ ഡിസ്ക്രൈബ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട്, അവരുടെ പ്രകൃതിയെ അവര് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. വേർഡ്സ്വർത്ത് സോ ഇൻ നേച്ചർ ദ പവർ ഓഫ് ചേസ്റ്റൺ ആൻഡ് സബ്റ്റ്യൂ. അപ്പോൾ എന്താണ് പറയുന്നത്? വേർഡ്സ്വർത്തിന്റെ അഭിപ്രായത്തില് പ്രകൃതിക്ക് എന്തുണ്ട്? അതിന് നമ്മളെ സൃഷ്ടിക്കാനും നമ്മളെ കീഴടക്കാനുമുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ പ്രകൃതിയും എന്താണ്? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ പ്രകൃതിയെ പറ്റിയും ഒരുപാട് വർണ്ണനകൾ ഈ റൊമാൻറ്റിക് പോയറ്റ്സിന്റെ വർക്കിൽ വന്നിട്ടുണ്ട്. They use everyday speech of ordinary people instead of lofty poetic diction. അപ്പൊ അവരെന്താണ്? അവര് കൂടുതലായിട്ടും ഒരുപാട് വലിയ പോയറ്റിക് കട്ടുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഓർഡിനറി പീപ്പിൾ, നമ്മുടെ സാധാരണ ആളുകളുടെ സ്പീച്ച് ഒക്കെ അവര് അവരുടെ പോയറ്റിന്റെ കാര്യങ്ങളാക്കി എടുത്തിട്ടുണ്ട്. The romantic poet used new meters and stanzas instead of traditional forms. അപ്പോൾ പണ്ട് കാലഘട്ടത്തെ ആ ഒരു മാറ്റങ്ങളെയൊക്കെ നീക്കി നിർത്തി അല്ലെ, പണ്ടത്തെ ആ ഒരു സ്റ്റാൻസ ഫോമും മീറ്ററും റൈമും ഒക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയ കുറച്ച് ഈസി ആയിട്ടും പുതിയ കുറച്ചും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മീറ്ററും റൈംസും ഒക്കെ ഇവരും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തിരുന്നൊക്കെ അവര് മാറ്റി നിർത്തി. They discarded the heroic couplet and used Spenserian stanza and other experimental verse forms. അങ്ങനെ അവര് പണ്ടത്തെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഹീറോയിക് കപ്ലറ്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് സ്പെൻസേറിയൻ സ്റ്റാൻസയിലാണ് നമ്മുടെ റൊമാൻറ്റിക് പോയിന്റ് കൂടുതലായിട്ട് അവരുടെ പോയട്രി ഒക്കെ എഴുതിയിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജിന്റെ ഒരു സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ പ്രധാനമായിട്ടും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? പോയിട്രി എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ എന്താണ്, അവരുടെ വർക്ക്സിൽ അവരെന്ത് തീമാണ് സെലക്ട് ചെയ്തത്, എന്തായിരുന്നു അവരുടെ സബ്ജക്റ്റ് മാറ്റർ അല്ലെ, അവർ പഴയതിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്ത് അവരുടെ അവരുടെ ഒരു സിഗ്നേച്ചർ അല്ലെ അവർ റൊമാൻറ്റിക് പീരീഡിൽ കൊണ്ടുവന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു സാലിയൻ ഫീച്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഈ ഒരു റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് പീരീഡില് ഏർലി റൊമാൻറ്റിക് പോയിന്റ് ഉണ്ട്. അതായത്
റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെ 1798 നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു 1798 മുമ്പ് തന്നെ റൊമാൻറ്റിക് പീരീഡിനോട് സാദൃശ്യമുള്ള അല്ലെ, റൊമാൻറ്റിക് പോയറ്റുകൾ എഴുതിയതുപോലെ സാദൃശ്യമുള്ള വർക്കുകൾ എഴുതിയ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ എന്താ പറയുക, ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ് എന്നാണ് പറയുന്നത്. അവര് റൊമാൻറ്റിക് പീരീഡിൽ പെട്ട ആളുകളല്ല. 1798 മുതൽ 1832 വരെയാണ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. പക്ഷെ ഏർലി റൊമാൻറ്റിക് പോയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ റൊമാൻറ്റിക് പീരീഡിന് തൊട്ട് മുന്നേ, അതായത് 98 മുൻപ് അവര് കുറച്ച് പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അവർക്കൊക്കെ എന്തായിരുന്നു, ആ ഒരു വർക്ക്സിനൊക്കെ നമ്മുടെ റൊമാൻറ്റിക് പോയറ്റുമായിട്ട് വളരെയധികം സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് റൊമാൻറ്റിക് പോയറ്റുകളെയാണ് അല്ലെ. അത് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് വർക്കുകൾ അല്ല, പോയറ്റുകളുടെ അവരുടെ പേരുകൾ, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ കേട്ടോ. അത്രയും നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇവരുടെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരെ കുറിച്ച് അവരുടെ പേരൊന്ന് ഓർത്തിരിക്കുക, അവരുടെ കാലഘട്ടം ഓർത്തിരിക്കുക, അവരുടെ പ്രധാനപ്പെട്ട 2 വർക്കുകൾ ഓർത്തിരിക്കുക. അത്രയും നമ്മൾ ഈ ഒരു ഏർലി റൊമാൻറ്റിക് പോയറ്റിനെ പറ്റി പഠിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ടും അവരുടെ വർക്കിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനോ നിങ്ങൾ പോകണ്ട കേട്ടോ. എന്താണ് അവരുടെ വർക്കുകൾ, അവരുടെ പേര്, ഒരു കാലഘട്ടം, അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയറ്റ് എന്ന് വെച്ചാൽ ആരാണ്? ഡിസ്കസ്ഡ് ബിലോ ആർ സം ഓഫ് ദ പോയറ്റ് ഹു റോട്ട് പോയട്രി വിത്ത് റൊമാൻറ്റിക് ഫീച്ചേഴ്സ് അല്ലെ. 1798 മുൻപായിട്ട് റൊമാൻറ്റിക് ഫീച്ചേഴ്സ് ഉള്ള കുറച്ച് പോയട്രി ഒക്കെ എഴുതിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റൊമാൻറ്റിക് പോയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ആരാണ്? ജെയിംസ് തോംസൺ എന്നാണ് പേര് അല്ലെ. അപ്പൊ ജെയിംസ് തോംസൺ ആരാണ്? 1700 തൊട്ട് 1748 വരെയുള്ള കാലഘട്ടത്തില് ഇതൊക്കെ എഴുതിയിരുന്ന ഒരു റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക്സിന് കൂടുതലായിട്ടും നമ്മുടെ റൊമാൻറ്റിക് പോയറ്റിന്റെ വർക്കുകളോട് സാദൃശ്യമുണ്ട്. എന്തായിരുന്നു? ഹി റോട്ട് അബൌട്ട് നേച്ചർ. അദ്ദേഹത്തിന്റെ വർക്കിൽ കൂടുതലായിട്ടും പ്രകൃതിയെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഫോർ എക്സാമ്പിൾ ഹിസ് പോയം ദ സീസൺ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദ സീസൺ എന്ന് പറയുന്ന പോയം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ടോക്സ് അബൌട്ട് ദ ഫിയർഫുൾ ആസ്പെക്ട് ഓഫ് നേച്ചർ സച്ച് ആസ് ഫ്ലഡ് ആൻഡ് സ്റ്റോംസ് അല്ലെ. നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ അല്ലെ. അപ്പൊ അതിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോയറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് പിക്ടോറിയൽ ലാൻഡ്സ്കേപ്പ്. ഹി സ്പീക്ക് ഓഫ് ദ ലിങ്ക് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. അദ്ദേഹം പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ച് വളരെയധികം ആഴത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പോയറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൊമാൻറ്റിക് പോയറ്റിന്റെ പ്രത്യേകതയും എന്തായിരുന്നു? അവര് നമ്മുടെ മനുഷ്യന്റെ അല്ലെ, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളും പ്രകൃതിയെ മനുഷ്യനെ എങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനെ ആ ഒരു കുറച്ച് ബ്യൂട്ടി ഒക്കെയാണ് അവർ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്ക്സിന്റെയും പ്രത്യേകത എന്ത് തന്നെയായിരുന്നു? അദ്ദേഹം പ്രകൃതിയെ വർണ്ണിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നമ്മൾ ഏർലി റൊമാൻറ്റിക് പോയറ്റിന്റെ കൂടെ കൂട്ടിയിരിക്കുന്നത് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജെയിംസ് തോംസൺ എന്നാണ് പേര് കേട്ടോ. ഇനി നെക്സ്റ്റ് ആരാണ്? മാർക്ക് അക്കൻസൈഡ് കേട്ടോ. മാർക്ക് അക്കൻസൈഡ് ആണ് നമ്മുടെ നെക്സ്റ്റ് ഏർലി റൊമാൻറ്റിക് പോയറ്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്? 1722 മുതൽ 1800 വരെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് റൈറ്റ്സ് അബൌട്ട് ദ കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ. അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പ്രകൃതിയും മനുഷ്യനും എങ്ങനെയാണ് ഒരു ലിങ്ക് അല്ലെ, നമ്മുടെ ഒരു മിംഗ്ലിങ്ങിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ സുപ്പീരിയോറിറ്റി ഓഫ് ദ നോബൽ സാവേജ് ആൻഡ് ദ എഡിയോളിക് ഇന്നസെൻസ് ഓഫ് ദ ന്യൂ വേൾഡ്. അതുപോലെ നമ്മുടെ പുതിയ ലോകത്തിലെ ആ ഒരു ഇന്നസെൻസിനെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ നേച്ചറിനെ പറ്റി വന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയറ്റിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ജോസഫ് വാർട്ടൺസ് കേട്ടോ. ജോസഫ് വാർട്ടൺ ഏത് കാലഘട്ടമാണ്? 1722 മുതൽ 1800 വരെ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്? ഓക്കെ, മാർക്ക് അക്കൻസൈഡ് നമ്മൾ വായിച്ചില്ല കേട്ടോ, സോറി. എന്തായിരുന്നു? ദ പ്ലഷർ ഓഫ് ഇമാജിനേഷൻ. അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്തായിരുന്നു? ദ പോയറ്റ് ഫൈൻഡ്സ് ദ ബ്യൂട്ടി ആൻഡ് ഹാർമണി ഓഫ് നേച്ചർ ഇൻ ദ ലൈൻസ് ബിലോ ഫ്രം ദ പോയം. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെ, ആ ഒരു ഹാർമണി, ആ ഒരു സൗഹൃദം എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ച വർക്കാണ് അദ്ദേഹത്തിന്റെ പ്ലഷർ ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്ക് അക്കൻസൈഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏർലി റൊമാൻറ്റിക് പോയറ്റ് ആണ്. ജോസഫ് വാട്സണും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയറ്റ് ആണ്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ വില്യം കോളിൻസ് എന്ന് പറയും അല്ലെ. വില്യം കോളിൻസ് ആരാണ്? ദ പോയറ്റ് യൂസസ് ദ ലാൻഡ്സ്കേപ്പ് ഇവോക്കിംഗ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പോയറ്റിൽ നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ് ഇവോക്കിംഗ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹി പർട്ടിക്കുലർലി ലവ്സ് നേച്ചർ അറ്റ് ട്വിലൈറ്റ്. ഹിസ് ഓഡ് ടു ഈവനിങ് അല്ലെ. ഓഡ് ടു ഓട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓഡ് ടു ഈവനിങ് ആരാണ് എഴുതിയിട്ടുള്ളത്? വില്യം കോളിൻസിന്റെ ആണ്. അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയറ്റ് അല്ല,
ഏർലി റൊമാൻറ്റിക് പോയറ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിച്ചേക്കാം. Is the formula of Keats' Ode to Autumn. Romantic fantasies like return to the past and anti-intellectualism may be noticed in his ode on popular superstitions. Coleridge is impressed with Collins' use of superstitions and classical legends. അപ്പോൾ എന്തായിരുന്നു വില്യം കോളിൻസിന്റെ ഓഡ് ടു ഈവനിങ് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് വർക്കല്ല, ഏർലി റൊമാൻറ്റിക് പോയിന്റ് ആണ്. അതിലും എന്താണ് അദ്ദേഹം നമ്മുടെ നേച്ചറിനെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയിന്റ് കൂട്ടത്തിൽ കൂട്ടാം. ഇനി നെക്സ്റ്റ് വന്നാണ് തോമസ് ഗ്രേ അല്ലെ. തോമസ് ഗ്രേ നമ്മൾ കുറച്ചും കൂടെ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ. തോമസ് ഗ്രേ എന്നാണ് 1716 തൊട്ട് 71 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തായിരുന്നു ഇൻ ഹിസ് എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ചയാൽ ദ പോയറ്റ് ഫോക്കസ് ഓൺ നേച്ചർ ആൻഡ് റസ്റ്റിക് ലൈഫ് അല്ലെ. എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ചയാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എലജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഡെത്തിൽ അല്ലെ നമ്മൾ മോർണിംഗ് ആയിട്ട് വിഷമിച്ച് എഴുതുന്നതാണ്. അപ്പൊ അതിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദ പോയറ്റ് ഫോക്കസസ് ഓൺ ദ നേച്ചർ ആൻഡ് റസ്റ്റിക് ലൈഫ് അല്ലെ. നേച്ചറിനെ പറ്റിയാണ്. അതുപോലെ റസ്റ്റിക് ലൈഫ്, റസ്റ്റിക് എന്ന് വെച്ചാൽ നാടൻ ജീവിതം അല്ലെ. അപ്പൊ അതിനും എന്താണ് പ്രകൃതിയെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടും എന്താണ് അദ്ദേഹത്തിനെ നമുക്ക് തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ചയാണ് നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയിന്റിൽ പെടുന്ന ആളാണ് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ആരാണ് വില്യം കോപ്പർ അല്ലെ. വില്യം കോപ്പർ ആരാണ് 1731 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്തായിരുന്നു കോപ്പർ ബിലീവ്സ് ദാറ്റ് തിങ്കിങ് ഓഫ് നേച്ചർ വിൽ ഓഫർ വിസ്ഡം മോർ ഈസിലി ദാൻ ദ റീഡിംഗ് ഓഫ് ബുക്സ് അല്ലെ. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് നമ്മളൊരു ബുക്ക് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ പ്രകൃതിയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം എന്തിനാണ് പ്രകൃതിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നേച്ചർ ആൻഡ് മാൻ എന്ന കോൺസെപ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഹി റൈറ്റ്സ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ദ കൺട്രി സൈഡ് ഇൻ ഹിസ് പോയിന്റ്സ്. എന്താണ് അദ്ദേഹത്തിന്റെ കൺട്രി സൈഡ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു രാജ്യത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ജീവിച്ച ആ ഒരു പ്രദേശത്തിനൊക്കെ കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ വർക്സിലൂടെ അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബ്യൂട്ടി ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പോയിന്റിൽ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ആരാണ് ഒരു ഏർലി റൊമാൻറ്റിക് പോയിന്റ് ആയിട്ട് നമുക്ക് കൂട്ടാം, വില്യം കൗപ്പർ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് റോബർട്ട് ബേൺസ് എന്ന് പറയും അല്ലെ. റോബർട്ട് ബേൺസിന്റെ എന്താണ് അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹം ഒരു ബേൺസ് ലവ്ഡ് ഫ്രീഡം ആൻഡ് റെസ്പെക്റ്റഡ് ദ കോമൺ മാൻ. അദ്ദേഹം ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ആളാണ്, കോമൺ മാനിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഹി വാസ് അട്രാക്റ്റഡ് ബൈ നേച്ചർ ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ഇമോഷൻ വാസ് എ ബിറ്റർ ഗൈഡ് ദാൻ റീസൺ. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഇമോഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. അതിന്റെ ഒരു കാരണം അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഹി വാസ് അട്രാക്റ്റഡ് ബൈ നേച്ചർ, പ്രകൃതിയുമായിട്ട് കുറെ അധികം ഇഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് വളരെ അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ഇമോഷൻ വാസ് ബിറ്റർ ഗൈഡ് ദാൻ റീസൺ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സിന്റെ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓരോരുത്തരുടെയും വർക്സിന്റെ പ്രത്യേകതകളും അവിടെ ഒരു 1 or 2 ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്തൊക്കെയായിരുന്നു, ജെയിംസ് തോംസൺ ഉണ്ട്, മാർക്ക് എക്കൻസൈഡ് ഉണ്ട്, ജോസഫ് വാട്സൺ ഉണ്ട്, വില്യം കോളിൻസ് ഉണ്ട്, അതുപോലെ തന്നെ തോമസ് ഗ്രേ ഉണ്ട്, വില്യം കോപ്പർ ഉണ്ട്, റോബർട്ട് ബേൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഏർലി റൊമാൻറ്റിക് പോയിന്റിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റുകളെ പറ്റിയാണ് അല്ലെ. റൊമാൻറ്റിക് പോയറ്റുകളെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ റൊമാൻറ്റിക് പോയറ്റുകൾ ആരാണ് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് റൊമാൻറ്റിക് പോയറ്റിൽ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് വില്യം ബ്ലേക്കിനെ പറ്റിയാണ് കേട്ടോ. വില്യം ബ്ലേക്കിന്റെ കാലഘട്ടം നിങ്ങളൊന്ന് നോക്കുക, 1857 തൊട്ട് 1827 വരെയാണ് കേട്ടോ. അപ്പോ എന്തായിരുന്നു കാലഘട്ടം, റൊമാൻറ്റിക് ഏജിലുള്ള ഒരാളാണ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വർക്സിന്റെ പ്രത്യേകത ഒന്ന് നോക്കാം. വില്യം ബ്ലേക്ക് ഈസ് എ സെമിനൽ ഫിഗർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ പോയട്രി ആൻഡ് വിഷ്വൽ ആർട്ട് ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. റൊമാൻറ്റിക് ഏജിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിഷ്വൽ ആർട്ട് അല്ല, അദ്ദേഹത്തിന്റെ പോയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ആ ഒരു പിക്ചർ തെളിഞ്ഞു വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വർക്സിന്റെ പ്രത്യേകത. ഹിസ് പെയിന്റിങ്സ് ആൻഡ് പോയട്രി ഹാവ് ബീൻ characterized as part of the romantic movement. അദ്ദേഹത്തിന്റെ വർക്കും പെയിന്റിങ്സും ഒക്കെ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നു. He wrote his Songs of Innocence in 1789. 1789 അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന
ഒരു വർക്ക് കേട്ടോ. അതെന്തായിരുന്നു? ത്രൂ ദിസ് പ്രോസസ് കോൾഡ് ഇല്ലുമിനേറ്റഡ് പ്രിന്റിംഗ്, ഇൻ ദീസ് പോയിംസ് ഹി സേസ് ദാറ്റ് ചൈൽഡ്ഹുഡ് ഈസ് ദ ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, സെൽഫ് എൻജോയ്മെന്റ് ആൻഡ് യൂണിറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ആ ഒരു വർക്കില് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ചൈൽഡ്ഹുഡ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത്. ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, ഏറ്റവും ഒറിജിനൽ ആയിട്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ സന്തോഷിക്കുക, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. സെൽഫ് എൻജോയ്മെന്റ് ആൻഡ് യൂണിറ്റി, അല്ലെ ഒരു യൂണിറ്റിയും എൻജോയ്മെന്റും ഒക്കെ വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇൻ ഹിസ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിൽ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൽ എന്തായിരുന്നു? ഹി എക്സ്പ്രസസ് ഹിസ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഹിപ്പോക്രസി. എന്നാണ് ഹിപ്പോക്രസി എന്ന് വെച്ചാൽ കാപട്യം, അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അദ്ദേഹത്തിന് ഒരു രോഷം, അല്ലെ കാപട്യത്തിനെതിരെയുള്ള ഒരു ദേഷ്യവും അദ്ദേഹത്തിന് ഒരു എതിർപ്പും ഒക്കെ അദ്ദേഹം ഈ ഒരു വർക്കില് പ്രകടിപ്പിക്കുന്നുണ്ട്. ആൻഡ് ക്രൂവൽറ്റി ഇൻ ദ വേൾഡ്, എവിടെയാ ലോകത്തില് നിലനിൽക്കുന്ന കാപട്യം അല്ലെങ്കിൽ ഒരു ക്രൂവൽറ്റി, അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് അദ്ദേഹം ആ ഒരു വർക്ക്സ് രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹിസ് പോയട്രി ആൻഡ് പെയിന്റിംഗ് ആൻഡ് ഡയഡാക്ടിക്, ആൻഡ് ഹി വാണ്ടഡ് പീപ്പിൾ ടു ഫ്രീ ദംസെൽസ് ഫ്രം കൺവെൻഷൻ ആൻഡ് ട്രഡീഷൻ ടു റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ. എന്താണ് അദ്ദേഹം പറയുന്നത്? ആളുകൾ എന്ത് വേണം? അവര് പണ്ടത്തെ ആ ഒരു ഫോളോ ചെയ്തു വന്നിരിക്കുന്ന ആ ഒരു ട്രഡീഷൻ, അല്ലെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ട്രഡീഷനെ മാറ്റി വെച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ പൊട്ടൻഷ്യൽ, അവരവരുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കി ഫ്രീ ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണമെന്നൊരു അഭിപ്രായമാണ് നമ്മുടെ വില്യം ബ്ലേക്ക് അദ്ദേഹത്തിന്റെ വർക്സിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഹിസ് വർക്ക്സ് ആർ മാർക്ക്ഡ് ബൈ മിസ്റ്റിക്കൽ ടോൺ. എന്നാണ്? വളരെ നിഗൂഢമായിട്ടുള്ള ടോൺസ്, അതുപോലെ സിമ്പിൾസ്, റവല്യൂഷണറി ഐഡിയാസ് ആൻഡ് ന്യൂനെസ്, അങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിന്റെ വർക്കുകളുടെ പ്രത്യേകത, അല്ലെ? അപ്പൊ അത് എന്താണ്? ഹിസ് വർക്ക്സ് ആർ മാർക്ക്ഡ് ബൈ മിസ്റ്റിക്കൽ ടോൺസ്, സിമ്പിൾസ്, റവല്യൂഷണറി ഐഡിയാസ് ആൻഡ് ന്യൂനെസ്. ന്യൂനെസ് വെച്ചാൽ പുതിയത്, അല്ലെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് വരിക, എല്ലാ പഴയ ട്രഡീഷൻസിനെയും നമ്മൾ ഫോളോ ചെയ്തു വന്നിരുന്നതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, ഫ്രീ ആയിട്ട് അവരവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ബിഹേവ് ചെയ്യുക, അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോൾ വില്യം ബ്ലേക്ക് നമ്മുടെ റൊമാൻറ്റിക് ഏജിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ്. നെക്സ്റ്റ് ആരാണ്? വില്യം വേർഡ്സ്വർത്ത്, അല്ലെ? വില്യം വേർഡ്സ്വർത്ത് ആരാണ്? William Wordsworth, along with Samuel Taylor Coleridge, started the Romantic Age in English literature with their joint publication Lyrical Ballads in 1798. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞതാണ്, വില്യം വേർഡ്സ്വർത്തിന്റെ കൂടെ കോളറിഡ്ജും ചേർന്ന ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുന്നതോട് കൂടിയാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് at 1798. കേട്ടോ. Besides many lyrics, Wordsworth wrote The Prelude, a sort of spiritual autobiography. The Prelude is the first of three-part poem. The Recluse, second part, The Excursion. അപ്പൊ ഈ പ്രലൂഡ് എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ വർക്സുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി കൂടിയാണ് ഇത്, കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ വർക്സ്, മറ്റു പ്രധാനപ്പെട്ട വർക്സ് ഏതൊക്കെയാണ്? ടിൻഡേൺ അബി എന്നത്, ഇമ്മോർട്ടാലിറ്റി ഓഡ്, അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്, കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ വർക്സിന്റെ പ്രത്യേകത എന്താണ്? സെൻഷ്യൽ ആനിമൽ പാഷൻ, മോറൽ ഇൻഫ്ലുവൻസ് ആൻഡ് മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ. Ode on intimations of immortality attributes a child wisdom and glory to the unconscious memory of a previous life. അദ്ദേഹത്തിന്റെ Ode on the intimations of immortality എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. Another memorable poem is Resolution and Independence. അതും അദ്ദേഹത്തിന്റെ വളരെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. His thinking on the natural goodness of childhood. അദ്ദേഹത്തിന്റെ എന്താണ്? അദ്ദേഹത്തിന്റെ നാച്ചുറൽ ചൈൽഡ്ഹുഡ്, അല്ലെ അല്ലെങ്കിൽ നമ്മുടെ നന്മ, അല്ലെ ചൈൽഡ്ഹുഡിലെ അദ്ദേഹത്തിന്റെ നന്മ അദ്ദേഹം ആ ഒരു ഇതിലൂടെ വരച്ചു കാണിക്കും. ദ മോറൽ വാല്യൂസ് ഓഫ് സിമ്പിൾ ലിവിങ്, അതുപോലെ ഒരു സാധാരണ ജീവിതത്തിന്റെ മോറൽ വാല്യൂസ്, സിമ്പിൾ ലിവിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആൻഡ് ഇൻസ്പയറിംഗ് ആൻഡ് ഹീലിംഗ് പവേഴ്സ് ഓഫ് നേച്ചർ ഇൻഫ്ലുവൻസ് ദ മോഡേൺ തിങ്കേഴ്സ്. അതൊക്കെ അദ്ദേഹത്തിന്റെ വർക്സിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ വേർഡ്സ്വർത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് വേർഡ്സ്വർത്തിന്റെ വർക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സബ്ജക്റ്റ് മാറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ വർക്സിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ്? വേർഡ്സ്വർത്ത് ചൂസസ് ദ ഇൻസിഡൻസ് ആൻഡ് സിറ്റുവേഷൻസ് ഫ്രം കോമൺ ലൈഫ്, അല്ലെ ഒരു സാധാരണക്കാരനായ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ആ ഒരു സിറ്റുവേഷൻസും അവരുടെ ഫീലിങ്സ്, അവരുടെ തോട്ട്, അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. ഹി ബിലീവ്സ് ദ റസ്റ്റിക് ആൻഡ് ഹംബിൾ ലൈഫ് ഈസ് better suited for the essential passions of the
അദ്ദേഹം എന്താ ചെയ്യുന്നത്? നാടൻ ജീവിതം അല്ലെങ്കിൽ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ജീവിതവും അതിന്റെ വാല്യൂസും ഒക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? The emotions of the rural people are simpler, purer and perhaps better than those of the city dwellers. അപ്പൊ വില്ലേജിലുള്ള ആളുകളാണ് സിറ്റിയിൽ താമസിക്കുന്ന ആളുകളൊക്കെ നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. He thought that people living in the midst of nature have a better moral attitude. അദ്ദേഹം പറയുന്നത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മോറൽ വാല്യൂ, ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡും ഉണ്ടാവും. ആൻഡ് they become part of the sense of divinity present in nature. അപ്പോൾ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിഗ്നിറ്റിയുമായിട്ട് അവർക്ക് എന്താണ് ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇനി അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് എങ്ങനെയാണ്? Wordsworth prefers to use a section of language really used by men. അപ്പോൾ കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിന് ഇഷ്ടം. He was against the so-called poetic diction of an earlier generation. അപ്പം നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ട്രഡീഷണൽ പോയറ്റിക് ഡിക്ഷൻ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം വളരെ കോമൺ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോമൺ ലാംഗ്വേജ് ആണ് അദ്ദേഹം ചൂസ് ചെയ്തിരുന്നത്. Wordsworth states that simple and unelaborated expressions as his choice. അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, വളരെ എലാബറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് ഓഫ് പോയട്രി ആൻഡ് ലാംഗ്വേജ് ഓഫ് പ്രോസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇറ്റ് മേ ബി സേഫ്ലി അഫേം ദാറ്റ് neither nor can be any essential difference between the language of prose and metrical composition. According to Wordsworth, meter is a kind of restraining influence. By its regularity, meter hold passion in check. അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മുടെ പോയട്രിയുടെ നമ്മുടെ പ്രോസിന്റെയും ലാംഗ്വേജ് തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ Wordsworth says poetry is a spontaneous overflow, powerful feelings. He says that it takes its origin from emotion, correctly, tranquility. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, പോയട്രി എങ്ങനെയായിരിക്കണം? പോയട്രി നമ്മുടെ ഓവർഫ്ലോ, നമ്മുടെ ഫീലിങ്സിന്റെ ഒരു ഓവർഫ്ലോ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് അല്ലെ, ഇമോഷൻസിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കണം ഒരു പോയട്രി എന്ന് പറയാം. അത് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോളറിഡ്ജ് ആണ് അല്ലെ. നമ്മുടെ വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടെയാണ് നമ്മുടെ ലിറിക്കൽ ബാലൻസ് പബ്ലിഷ് ചെയ്യുന്നത് പഠിച്ചു. അപ്പൊ ഇനി കോളറിഡ്ജിനെ ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Coleridge was a poet, philosopher, journalist, preacher, lecturer, playwright, literary critic and literary theorist. അപ്പോൾ ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ കോളറിഡ്ജ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, ഒരു ഫിലോസഫർ ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, പ്രീച്ചർ ആയിരുന്നു, ലെക്ചറർ ആയിരുന്നു, പ്ലേറൈറ്റ് ആയിരുന്നു, ലിറ്റററി ക്രിട്ടിക് ആയിരുന്നു കേട്ടോ. He started a movement against the machinic psychology of the 18th century. എന്തായിരുന്നു? 18ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. He also recognized the supremacy of imagination as a creative power. അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഇമാജിനേഷൻ പവർ ആയിരുന്നു അദ്ദേഹത്തിന്റെ വർക്സിന്റെ പ്രത്യേകത. In Biographia Literaria 1870 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് Biographia Literaria. He explains how he had dealt with the supernatural element in his poetry. അപ്പൊ ഇമാജിനേഷൻ പവർ അദ്ദേഹത്തിന് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്, അപ്പം ഈ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് അദ്ദേഹത്തിന്റെ പോയട്രിയിൽ എങ്ങനെയാണ് എന്നത് അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ഒരു ബയോഗ്രഫിയ ലിറ്റററി എന്നൊരു വർക്സിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് 3 പോയിന്റ്സ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ്. ഏതൊക്കെയാണ്? ബയോഗ്രഫിയ ലിറ്റററി അദ്ദേഹത്തിന്റെ വർക്കാണ്. പോയിന്റ്സ് ദ ആൻഷ്യന്റ് മറൈനർ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. കുബ്ലഗാനും അതുപോലെ ക്രിസ്റ്റബെല്ലും നമ്മുടെ കോളറിഡ്ജിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ് കേട്ടോ. ദ ആൻഷ്യന്റ് മറൈനർ ഈസ് എ ബാലഡ് വിത്ത് മെമ്മറബിൾ ഇമേജസ് ആൻഡ് ഫ്രേസസ്. ആൻഷ്യന്റ് മറൈനർ എന്ന് പറയുന്നത് ഒരു ബാലഡ് ആണ്. അതിനകത്ത് എന്തുണ്ട്? വളരെ പ്രധാനപ്പെട്ട കുറച്ച് മെമ്മറബിൾ ഇമേജസും ഫ്രേസസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പോയമാണ്. കുബ്ലഗാൻ ഈസ് എ വിഷൻ പോയം സീൻ ഇൻ ആൻ ഒപ്പിയം ഡ്രീം. കുബ്ലഗാൻ എന്ന് പറയുന്നത് ഒരു ഒപ്പിയം ഡ്രീമിനെ പറ്റി പറയുന്ന ഒരു പോയമാണ്. ക്രിസ്റ്റബൽ ഈസ് എ പോയറ്റിക് ഫ്രാഗ്മെന്റ് വിച്ച് evokes a medieval atmosphere through suggestion. Coleridge made original contributions and his influence in these 2 areas is permanent. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളെ പറ്റി ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് ബയോഗ്രഫിയ ലിറ്റററിയ. അതിനകത്ത് അദ്ദേഹത്തിന്റെ പവർ ഓഫ് ഇമാജിനേഷൻ കൂടുതലാണ്. അപ്പൊ അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് എങ്ങനെയാണ് പോയട്രിയിൽ വന്നിട്ടുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റു വർക്കുകളാണ് ദ ആൻഷ്യന്റ് മറൈനർ, അതുപോലെ തന്നെ എന്തുണ്ട്
കുബ്ല ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റബെൽ എന്ന് പറയുന്ന ഒരു വർക്കും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ഇനി നെക്സ്റ്റ് എന്താണ് ലോർഡ് ബൈറൺ അല്ലെ. ലോർഡ് ബൈറൺ ആരാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, ലിറ്ററേച്ചറിൽ പ്രധാനപ്പെട്ട ഒരു പോയറ്റ് തന്നെയാണ്. ബൈറന്റെ കാലഘട്ടം എന്നാണ് 1788 മുതൽ 1824 വരെയാണ് നമ്മുടെ ബൈറൺ എന്ന് പറയുന്ന പോയറ്റിന്റെ കാലഘട്ടം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ? ലോർഡ് ബൈറൺ വാസ് എ ലീഡിംഗ് റൊമാൻറ്റിക് പോയറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണ്. Among his best known works are the lengthy narrative poems John Duvan and Childe Harold's Pilgrimage. Many of his shorter lyrics, his Hebrew melodies, also become popular. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വർക്കുകൾ ജോൺ ഡ്യുവാൻ ആൻഡ് ചൈൽഡ് ഹെറോൾഡ്സ് പിൽഗ്രിമേജ്, പിന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട എന്തായിരുന്നു ഹീബ്രു മെലഡീസ് ആർ ബിക്കം ഹിസ് ഫേമസ് പോപ്പുലർ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പോപ്പുലർ ആയിട്ടുള്ള വർക്കുകളാണ്. ഇനി അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് PB ഷെല്ലി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലോർഡ് ബൈറന്റെ വർക്കുകൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ കുറച്ചും കൂടെ നമുക്ക് കിട്ടും. പഠിച്ചു വെക്കാൻ എളുപ്പമുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി PB ഷെല്ലി, ഷെല്ലിയൊക്കെ നമ്മൾ കീറ്റ്സ്, ഷെല്ലി കീറ്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും വേർഡ്സ് തൊട്ട് ഷെല്ലി കീറ്റ്സ് നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒറ്റ പേരുകൾ നമ്മൾ പറഞ്ഞു നടക്കണം അല്ലെ. അപ്പോൾ ഷെല്ലി ആരാണ്? PB ഷെല്ലി 1792 തൊട്ട് 1822 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. Shelley was an idealistic and had very radical ideas. He asserted that freedom can flourish in all walks of life by abolishing tyranny and mankind can be made perfect. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് ഫ്രീഡം ആണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മുടെ ഈ ഒരു അരാജകത്വം അടിമത്വം ഒക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. In most of his writings he focuses on this theme. അദ്ദേഹത്തിന്റെ എല്ലാ വർക്കിലും അദ്ദേഹം ആ ഒരു തീമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ടെന്ന് പറയാം, his notable works include Prometheus Unbound, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Prometheus Unbound, his famous poem Ode to the West Wind, conclude with a prophecy, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് Ode to West Wind, അതുപോലെ തന്നെ Prometheus Unbound. If winter comes, can spring be far behind, അല്ലെ Adonis 1822, an elegy written in Spenserian stanza on the death of Keats is one of the 2 or 3 great elegies in English, അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താണ് അഡോണിസ് എന്ന് പറയുന്ന ആ ഒരു എലജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആരുടെയെങ്കിലും മരണത്തിൽ വിലപിച്ചുകൊണ്ട് വിഷമിച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എലജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അഡോണിസ് എന്ന് പറയുന്നത് എന്താണ്, PB ഷെല്ലിയുടെയാണ്. 1821 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. കീറ്റ്സിന്റെ മരണത്തിൽ വേദനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു എലജിയാണ്. അദ്ദേഹത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് അല്ലെ. എന്താണ് ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്, അതായത് ഒരു പ്രവചനം പോലെ അല്ലെ. വിന്റർ ഉണ്ടെങ്കിൽ എന്താണ് സ്പ്രിംഗ് വരുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഒരു പ്രവാചനം അല്ലെങ്കിൽ പ്രവചനം നടത്തുന്ന രീതിയിലുള്ള ഒരു വരിയോട് കൂടിയാണ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ്. ഏത് വർക്കിലാണെന്ന് ഓർക്കുക, ഷെല്ലിയുടെ എഡോണിസ് എന്ന് പറയുന്ന വർക്കില് 1821 പബ്ലിഷ് ചെയ്തതാണ്. ഡെത്ത് ഓഫ് കീറ്റ്സ്, കീറ്റ്സിന്റെ മരണത്തില് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഇഫ് വിന്റർ കം ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് കേട്ടോ. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇൻ എ ഡിഫൻസ് ഓഫ് പോയട്രി ഷെല്ലി എക്സ്പ്രസസ് ഹിസ് പ്ലാറ്റോണിക് ഐഡിയാസ് ആൻഡ് റിവീൽസ് ദ ഫിനോമിനൽ വേൾഡ് ടു മാൻകൈൻഡ്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ ഡിഫൻസ് ഓഫ് പോയട്രി അല്ലെ. ഡിഫൻസ് ഓഫ് പോയട്രി ആരുടെയാണ്? ഷെല്ലിയുടെ പ്രധാനപ്പെട്ട വർക്കാണ്. ഫോർ ഷെല്ലി ദ ടേം പോയിറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആർട്ടിസ്റ്റ് ആൻഡ് ഈവൻ ഫിലോസഫേഴ്സ് കേട്ടോ. അപ്പൊ നമ്മുടെ PB ഷെല്ലിയുടെ വർക്കുകൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. പ്രോമത്യൂസ് അൺബൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അഡോണിസ് ഇറ്റ് ഈസ് ആൻ എലജി, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലജി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ദാറ്റ് വാസ് പബ്ലിഷ്ഡ് in 1821. The work name is Adonis. He wrote the poem in the death of Keats. കീറ്റ്സിന്റെ ഡെത്തിൽ മോൺ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത എന്താണ്, ജോൺ കീറ്റ്സ് അല്ലെ. ജോൺ കീറ്റ്സ് എന്താണ്, നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ് കേട്ടോ. അപ്പൊ ജോൺ കീറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കീറ്റിന്റെ കുറെ വർക്ക്സുകൾ നമുക്കറിയാം അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്, ലാബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ്. അപ്പൊ കീറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ John Keats was dedicated to poetry and strove hard to achieve the essence of poetry. Keats is called the
പോയറ്റ്സ് പോയറ്റ് അല്ലെ. കീറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ പോയറ്റിന്റെ ആ ഒരു സ്പെല്ലിങ്ങുകൾ കുറെ ഉണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. കീറ്റ്സ് ഈസ് കോൾഡ് ആസ് ദ പോയറ്റ്സ് പോയറ്റ്. പോയറ്റിന്റെ പോയറ്റ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? കീറ്റ്സ് ആണ് കേട്ടോ. കീറ്റ്സ് ഈസ് കോൾഡ് ആസ് പോയറ്റ്സ് പോയറ്റ്. He wrote his most important poems during January-September 1890. They included The Eve of Saint Agnes, La Belle Dame Sans Mercy, and all the six great odes. അപ്പൊ എന്താണ് നമ്മുടെ ലാബല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ കീറ്റ്സിന്റെ പ്രധാനപ്പെട്ട വർക്കാണ്. എന്തായിരുന്നു? കീറ്റ്സ് എന്ന് പറഞ്ഞാൽ പോയറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ എൻഡിമിയോൺ വാസ് റിട്ടൺ ടു കോമ്പീറ്റ് വിത്ത് ഷെല്ലി ഇൻ റൈറ്റിംഗ് ലോങ് പോയം. എൻഡിമിയോണും അദ്ദേഹത്തിന്റെ ഒരു ലോങ് പോയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് കീറ്റ്സിന്റെ ഈ പറഞ്ഞ പോലെ വർക്കുകളൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട വർക്കുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ നമ്മുടെ റൊമാൻറ്റിക് ഏജിലെ പോയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആരൊക്കെയുണ്ട്? റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക, വില്യം ബ്ലേക്ക് ഉണ്ട്, വില്യം വേർഡ്സ്വർത്ത് ഉണ്ട്, അതുപോലെ കോളറിഡ്ജ് ഉണ്ട്, അതുപോലെ ലോർഡ് ബൈറൺ ഉണ്ട്, PB ഷെല്ലി ഉണ്ട്, കീറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും പോയറ്റ് ആണ് നമ്മുടെ റൊമാൻറ്റിക് ഏജിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എന്താ, നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പേജിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൊമാൻറ്റിക് ഏജ് നമുക്ക് കുറച്ചും കൂടെ നോട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് അല്ലെ. നോട്ട്സും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം കണ്ടോ, എല്ലാം വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഓരോ പോയറ്റുകളെ പറ്റിയും പഠിക്കുക, അവരുടെ പേര്, പ്രധാനപ്പെട്ട വർക്ക്, അതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാണ്? 1798 വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1798? 1798 പബ്ലിഷ് ചെയ്ത വർക്ക് ഇതിൽ ഏതാണ് അല്ലെ? ലിറിക്കൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്, എൻഡിമിയോൺ കൊടുത്തിട്ടുണ്ട്, ലിറ്റററി ബയോഗ്രഫി കൊടുത്തിട്ടുണ്ട്, സോങ് ഓഫ് ഇന്നസെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്കുകൾ പഠിക്കുന്നത് മാത്രമല്ല ഇമ്പോർട്ടന്റ്, പോയറ്റിന്റെ പേര് മാത്രമല്ല ഇമ്പോർട്ടന്റ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, അതും പഠിക്കണം. Who circumnated the globe and discovered Australia and the Sandwich Islands? James. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വൺ വേർഡും നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. റൊമാൻറ്റിക് പീരീഡിന്റെ പ്രത്യേകതകള്, കാലഘട്ടം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വായിച്ചു നോക്കുക. പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാകുന്ന കുറച്ച് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് ഏജ് കേട്ടോ. റൊമാൻറ്റിക് ഏജ് ഇൻട്രൊഡക്ഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.